ഞാനത് പറയുന്നത് നിങ്ങളിൽ പലരും ഇതിന്റെ ആസ്പിറൻസ് ആയതുകൊണ്ടോ ഞാൻ ഈ സർവീസിൽ ആയിരുന്നത് കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. ഐ സ്പീക്ക് വിത്ത് ദി ഫുള്ളസ്റ്റ് കൺവിക്ഷൻ. യു ഇമാജിൻ, ഐ മൈസെൽഫ് just after crossing 30, when you become SP, what is the kind of responsibility you wield? അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ 30 പോലും ആകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ 30-31 വയസ്സാകുമ്പോൾ ഒരു ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ എന്ത് ചുമതലയാണ് ആ വ്യക്തി, ആ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ വഹിക്കുന്നത്? This is something incomparable in any position, I think in any service, anywhere. Not only in India, in outside. 1992 ഈ ബാബറി മസ്ജിദ് സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രം മുഴുവൻ അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ ഞാനൊരു ജില്ലയിൽ SP ആയി തുടങ്ങുകയാണ്. അപ്പൊ ആ ചരിത്ര സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രദേശത്തെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുക എന്ന് പറയുന്നത്, when you are barely cross 30, that is something incomparable. അപ്പൊ നിങ്ങൾ സിവിൽ സർവീസിൽ ഒരു അംഗമാകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നന്നേ ചെറുപ്പത്തിലെ, when you are very young, ഇത്ര വലിയ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങളിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സമാനമായ ഒന്നും തന്നെ, there is nothing which is comparable to that എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിപ്പോ ഒരു കോർപ്പറേറ്റ് ലോകത്ത് എത്ര ഉയരത്തിൽ ചെന്ന് കഴിഞ്ഞാലും അതൊരു സർട്ടൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ ആ ചുമതല ഒന്നും തന്നെ എൻ്റെ പല സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ അത്തരം മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. എന്നോടൊപ്പം സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് റാങ്ക് അത്ര ഉയർന്നത് കിട്ടാത്തത് കൊണ്ട് ചേരാതിരുന്ന ഒരു വെസ്റ്റ് ബംഗാൾ ഒരു സുഹൃത്തുണ്ട്, മനോജിത് മുഖർജി. അവൻ അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ പോയി സ്വകാര്യ മേഖലയിലൊക്കെ വളരെ ഉയരങ്ങളിൽ എത്തിയ ഒരു മനുഷ്യനാണ്. അവൻ എന്നെ കാണുമ്പോൾ പിന്നീട് പറയും, ഐ തിങ്ക് ഐ മിസ് സംതിങ്. കാരണം ഐ എംഫസൈസ് ദിസ് പോയിന്റ്, ദിസ് ഈസ് സംതിങ് വിച്ച് യു ഷുഡ് ടേക്ക് ഇൻ ടു യുവർ ഹാർട്ട് വെരി വെരി സീരിയസ്ലി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരം ഒരു പ്രവർത്തന മേഖലയാണ്. അതുപോലെ തന്നെ സേവനത്തിന് ഇത് നൽകുന്ന അവസരം, or public service, what is it that you look for a job? The opportunity for service it offers, the social recognition, the standing in society, being in positions of responsibility and power at an young age. അത്തരം ഒരു മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കുവാനാണ് ഇതിലൂടെ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വരുന്ന പ്രശ്നം, നമുക്ക് ഒട്ടേറെ സംശയങ്ങളാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളെപ്പോലെ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നതാണ്. ഇതേപ്പറ്റി, സിവിൽ സർവീസിനെ പറ്റി ഒരുപാട് അബദ്ധ ധാരണകളൊക്കെ സമൂഹത്തിലുണ്ട്. ഞാൻ സിവിൽ സർവീസിനെ പറ്റി എന്ന് പറയുമ്പോൾ സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടുന്നതിനെ പറ്റി, about the civil services examination, quite a lot of myths are there. പലരുടെയും ഒരു ധാരണ, ഇത് വലിയ പ്രതിഭാശാലികൾക്ക് മാത്രമുള്ളതാണ്, വലിയ ജീനിയസസിന് മാത്രമുള്ളതാണ്, നമ്മളെപ്പോലെ ഒരാളിന് ഇത് പറ്റുമോ? ഇത് പലരെയും പിന്നോട്ട് അടിക്കുന്ന ഒരു ഘടകമാണ്. എനിക്കും ഇത്തരം ചിന്ത ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതിൽ സെലക്ഷൻ കിട്ടിയ പലരെയും എനിക്കറിയാം. കഴിഞ്ഞ 8-10 കൊല്ലമായി ഞാൻ ഈ പ്രക്രിയയുമായി നേരിട്ടും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. പലരെയും ഗ്രസിക്കുന്ന ഒരു ചിന്തയാണ്, can I do it? Am I worth it? Is it not something meant for students who study in big colleges in Delhi in English medium and things like that? ഞാൻ നാട്ടിൻപുറത്തൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ അത്തരം സ്കൂളിൽ പഠിച്ചു ഉയർന്നു വന്ന എന്നെപ്പോലെ ഒരാളിന് ഇത് കഴിയുമോ? ഇത്തരം ഉത്കണ്ഠകളൊക്കെ പലർക്കും വരുന്നതാണ്. എനിക്കും ഉണ്ടായിരുന്നു. I can tell you from my own experience at that point of time in 85, I myself studied in all Malayalam medium institutions run by the government of Kerala. അല്ലാതെ ഈ പറയുന്ന പോലുള്ള വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലും പഠിച്ച വ്യക്തിയല്ല ഞാൻ. പൂർണ്ണമായും മലയാളം മീഡിയത്തിൽ പഠിച്ച് അതിനുശേഷം ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തു കേരളത്തിൽ തന്നെ.
തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. കമ്പയർഡ് ടു ദോസ് ടൈംസ് ഒരു വലിയ വ്യത്യാസം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉണ്ടായിട്ടുള്ളത്. വാട്ട് ഐ ഫൈൻഡ് ഈസ് ദ എംഫസിസ് ഓൺ ലാംഗ്വേജ്, അതൊക്കെ വളരെ കുറയ്ക്കുന്ന രൂപത്തിലാണ് കാലക്രമേണ സിവിൽ സർവീസിൽ കണ്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് എ മോർ ലെവൽ ഫീൽഡ് ഫോർ എവരി വൺ. പണ്ട് 60കളിലും 70കളിലും ഒക്കെ വലിയ ഇംഗ്ലീഷിലൊക്കെ ഒരു വലിയ കഴിവുള്ള വ്യക്തികൾക്ക്, അതിലൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. 1 second, കൈൻഡ്ലി വെയിറ്റ്. എനിത്തിങ് അർജന്റ്? Anything urgent? Anything urgent? Anything urgent? No. Oh, all right. Okay. Okay. Right. I am sorry to be interrupting. I went for a call which was also an important thing. That's why. So the point I was mentioning is that നമ്മുടെ ഈ സിവിൽ സർവീസിലെ സമീപകാല ടെൻഡൻസി എന്ന് പറയുന്നത് പരീക്ഷയിൽ അത് കൂടുതൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഉൾപ്രദേശങ്ങളിൽ നിന്ന് മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചു വരുന്ന ആളുകൾക്കും കൂടി മെച്ചപ്പെട്ട അവസരം നൽകുന്ന രൂപത്തിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കിട്ടി വരുന്ന കുട്ടികളെ നോക്കിയാൽ അറിയാം, അവർ പലരും ടോപ്പേഴ്സ് ഒന്നുമല്ല, പലരും വളരെ ശരാശരി റെക്കോർഡോടുകൂടി വന്നിട്ടുള്ള ആളുകളാണ്. ഇതിലൊരു പ്രധാന കാര്യമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഈ സർവീസ് എക്സ്പീരിയൻസിൽ ഉടനീളം കേരളത്തിൽ വാട്ട് ഐ ഹാവ് സീൻ ഈസ്, നമ്മുടെ ഏത് ഓഫീസ് എടുത്താലും, പോലീസ് ആയാലും മറ്റ് സിവിൽ സർവീസിന്റെ മേഖലയിലായാലും ഏത് ഓഫീസ് എടുത്താലും നമ്മൾ കാണുന്നത് ഹൈലി ഓവർ ക്വാളിഫൈഡ് ആളുകളാണ്, എംപ്ലോയീസാണ്. ഇപ്പൊ പിയൂൺ തൊട്ട് മറ്റ് ക്ലർക്ക്, സൂപ്രണ്ട്, അല്ലെങ്കിൽ പോലീസ്, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെ പല മേഖലകൾ എടുത്താലും അങ്ങേയറ്റം ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ കേരളത്തിൽ സിവിൽ സർവീസിൽ പലയിടത്തും കയറുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ IPS ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചില പോലീസുകാർ വായിക്കുന്ന മലയാളം പുസ്തകങ്ങൾ ഞാൻ അവരുടെ ഒന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. അവർ നല്ല വായനാശീലമുള്ളവരാണ്. ദ പോയിന്റ് ഐ വിഷ് ടു എംഫസൈസ് ഈസ്, കേരളത്തില് ഈ വളരെ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് പല ജോലിയിലും കയറുന്നത്. ഇത് നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ, ദാറ്റ്സ് വൈ ഐ വാണ്ട് യു ടു തിങ്ക്, to look at it in the reverse perspective. Our young people, boys and girls, they are not getting into positions worth their capability. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആർജിച്ചിട്ടുള്ള കഴിവുകൾക്കനുസരിച്ച് അതിനനുസൃതമായ ജോലിയിലല്ല പലരും എത്തുന്നത്. അതിനേക്കാൾ വളരെ കുറഞ്ഞ ബുദ്ധി വൈഭവവും കഴിവും ആവശ്യമുള്ള ജോലികളിലാണ് നമ്മുടെ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നത്. ഇപ്പോ 2-3 വർഷം മുമ്പ് ഞാൻ ഫയർ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പരീക്ഷ എഴുതി IAS കിട്ടി. ഒരു ആശിഷ് ദാസ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ കാര്യം some of you might have heard. That boy joined the fire and rescue services at the lowest level. നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ തുല്യമായ ജോലിയിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം അയാളുടെ അക്കാഡമിക് റെക്കോർഡ് ഈ വളരെ ശരാശരിയായിട്ടുള്ള അക്കാഡമിക് റെക്കോർഡുള്ള ഒരു മനുഷ്യനാണ്. അതിനുശേഷം അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി അവിടെ കുറെ ജോലി ചെയ്തു. പിന്നീട് കേരളത്തിൽ വന്നു, PSC എഴുതി. കേരളത്തിലെ PSCയിലും ഈ സെലക്ഷനിൽ അദ്ദേഹം അല്പം താഴെ വന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം അയാളുടെ ആത്മവിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അയാൾ പെർസ്യൂ ചെയ്തു. അയാൾ എനിക്ക് തോന്നുന്നു 4 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് പോയി. 2ാമത്തെ തവണയാണ് അയാൾക്ക് IAS കിട്ടിയത്. ഈ മണിപ്പൂർ കേഡറിൽ പോയി അവിടെ വളരെ സംതൃപ്തമായി ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ കഴിവുള്ള പ്രതിഭാശാലികളായ
പല ചെറുപ്പക്കാരികളും അവരുടെ കഴിവിന് ചേർന്നതല്ലാത്ത പദവികളിൽ എത്തിപ്പെടുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലുണ്ട്. See, a person must rise to his potential, what he is capable of. In fact, he should go beyond that. That's achievement. എവറസ്റ്റ് കയറാൻ കഴിവുള്ള ഒരു മൗണ്ടനിയർ, ഒരു പർവ്വതാരോഹകൻ, അവൻ നാട്ടിലെ ഒരു മൊട്ടക്കുന്നിൽ കയറി സംതൃപ്തി അടയേണ്ടവനല്ല, അവൻ എവറസ്റ്റ് കീഴടക്കേണ്ടവനാണ്. പക്ഷെ നമ്മുടെ നാട്ടില് കാണുന്ന ഒരവസ്ഥ, ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, അത് മാറ്റിയെടുക്കണം. ആത്യന്തികമായിട്ട് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പല രൂപത്തിൽ അതിനെ കാണാം. നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും അയാൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ, വിദ്യാഭ്യാസത്തിലൂടെ വികസിപ്പിച്ചിട്ടുള്ള കഴിവുകൾ, അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന വിധത്തിൽ തൊഴിൽപരമായ അവസരങ്ങളായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിവിൽ സർവീസസ്. ഇതിനെ പുറകോട്ടടിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ അതിൽ കൂടുതൽ പൊതുവിലിപ്പോ ചിലർ പറയും ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ IAS, IPS ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ അടിമകളാണ്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാത്ത എന്നൊക്കെ ചില വളരെ ലളിതവൽക്കരിച്ചുള്ള സംസാരമുണ്ട്. സത്യത്തിൽ അത്തരം ചിന്തകളൊക്കെ തന്നെ, നമ്മളൊക്കെ തന്നെ യാതൊരുവിധ പരിഗണനയും അർഹിക്കുന്ന ചിന്തകളല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയമുണ്ട്, അധികാരക്രമമുണ്ട്. ആ ജനാധിപത്യ ക്രമം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഒക്കെ പരിശ്രമം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഈ മറ്റു മേഖലകളിലെല്ലാം തന്നെ, സ്വകാര്യ മേഖലകളിലും കോർപ്പറേറ്റ് മേഖലകളിലും എല്ലാം തന്നെ അവിടെ ഈ അധികാരത്തിന്റെ ബലതന്ത്രമുണ്ട്. ഡൈനാമിക്സ് ഓഫ് പവർ ഈസ് ദെയർ എവരിവെയർ. നമ്മൾ ഇത് ഇത്ര വളരെ ദൃശ്യമായതുകൊണ്ട്, ചില കാര്യങ്ങൾ വളരെ ഏറെ അറിയപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചില നെഗറ്റീവ് കാഴ്ചപ്പാടിൽ പെട്ട് പിന്തിരിയുന്ന ആളുകളെയും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. നിങ്ങൾ മിക്കവാറും പേരും, ഏതാണ്ട് എല്ലാ പേരും ഡിഗ്രി പാസ്സായവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്റ്റേജ് വളരെ ക്രൂഷ്യലാണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ യുവർ ലൈഫ്. കമ്മിങ് 2-3 years, how you plan, how you prepare yourself, move forward, this is very important in your life. See, നമ്മൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ട് നമ്മൾ നയിക്കുന്നത്? നമുക്ക് മോട്ടിവേഷണൽ ടോക്കും മോട്ടിവേഷണൽ ലെക്ചേഴ്സും റൈറ്റിങ്സും ഒക്കെ വായിക്കാൻ കഴിയും, ഒരുപാട് ഇഷ്ടം പോലെ ഇപ്പൊ യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട്. ഹൗ ഷുഡ് വി ഗോ അബൌട്ട്? എൻ്റെ കാഴ്ചപ്പാടില്, എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില്, വാട്ട് ഐ ഹാവ് സീൻ, നിങ്ങൾ ഈ സമയത്ത് യു മസ്റ്റ് മേക്ക് സം ഡെഫിനിറ്റ് കമ്മിറ്റ്മെന്റ്. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ, ഭാവിയിൽ എന്തായിരിക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ചില പരീക്ഷകൾക്ക്, ചില പ്രൊഫഷനുകൾക്ക് ഉള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ നടത്തണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നീങ്ങിയ ഒരു വ്യക്തിയല്ല. എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊരു ഓൾ ഇന്ത്യ സെലക്ഷൻ എഞ്ചിനീയേഴ്സിനുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ തലത്തിൽ. അത് ആക്ച്വലി എഞ്ചിനീയേഴ്സിന് മാത്രമായിരുന്നില്ല, മറ്റു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു സെലക്ഷനിലൂടെ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനിൽ പോയി. കേരളത്തിന് പുറത്ത് പോയ ശേഷമാണ് എൻ്റെ പൊസിഷൻ സെക്യൂർ ആയപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സിവിൽ സർവീസിലേക്ക് പോകാം, പരിശ്രമിക്കാം, അങ്ങനെയാണ് ഞാൻ പോയത്.
പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ അന്ന് കയറിയതുപോലുള്ള ഒരു ഓൾ ഇന്ത്യ സെലക്ഷനിൽ അന്ന് ഞാൻ കാര്യമായി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് പോയത്. എൻ്റെ മൗലികമായിട്ട് വായിച്ചു പഠിച്ചു വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി അങ്ങ് എഴുതുകയാണ്. പക്ഷെ ഇന്നാണ് ഞാൻ അത്തരം ഒരു പരീക്ഷ എഴുതുന്നതെങ്കിൽ ഇന്ന് ഞാൻ പാസ്സാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാകേണ്ടത്. ഇന്ന് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ വിസ്ഫോടനം കൊണ്ട് ഈ മത്സര പരീക്ഷകളെ പറ്റിയുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, വളരെ വലുതാണ്. അതിന്റെ ഫലമായി ഇന്ന് ഓരോ ചെറിയ പദവിക്കും വലിയ മത്സരമാണ്, ബിഗ് കോമ്പറ്റീഷൻ ഫോർ എവറി ജോബ്. അപ്പൊ അൺലെസ് ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ റാങ്കോടെ പാസ്സായ ആളായാലും നിങ്ങൾ എത്ര വലിയ പ്രതിഭ പ്രകടിപ്പിച്ചാലും ഒരു മത്സര പരീക്ഷ വരുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അതിനു വേണ്ടി നന്നായി അധ്വാനിച്ചില്ല എങ്കിൽ ഐ തിങ്ക് it's very unlikely that you make it. So, കാരണം the environment has changed. This is something which you must realize. You might have graduated in science, economics, physics, whatever it is. You might have scored very good marks. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലത് തന്നെയാണ്. പക്ഷേ when it comes to competitive examination, today the environment is such that it calls for intense focus and planned efforts. Unless you do that, it's very difficult to make it. Ultimately, your potential for a high position in life by getting a befitting job, that has to be realized. അത് നടക്കുന്നത് ഈ വരുന്ന 2-3 വർഷ കാലത്തിനിടയിലാണ്. ഇപ്പൊ സിവിൽ സർവീസിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ അതില് ഒരുപാട് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ കയറുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, മറ്റുള്ളവരും വരുന്നുണ്ട്. ഐ മൈസെൽഫ് വാസ് എൻ എഞ്ചിനീയർ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കമ്പയർഡ് ടു മറ്റ് ഹ്യൂമാനിറ്റീസ് ആൻഡ് അതർ നോർമൽ ഗ്രാജുവേറ്റ്സ്, ഒരുപക്ഷെ ഒരു വ്യത്യാസം, ഈ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എൻ്റെ അറിവിലും അനുഭവത്തിലും തോന്നിയിട്ടുള്ളത്, ദേ വർക്ക്, അവരുടെ നോർമൽ സ്റ്റഡിയുടെ ഭാഗമായി തന്നെ they are used to burning a lot of midnight oil. അതികഠിനമായി അധ്വാനിക്കുവാൻ പഠിക്കുവാനുള്ള ഒരു ശീലം താരതമ്യേന മറ്റ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ ആർജിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഈസ് സബ്ജക്ട് ടു വെരിഫിക്കേഷൻ, കറക്ഷൻ. എൻ്റെ ഒരു ഒബ്സർവേഷൻ അങ്ങനെയാണ്. അല്ലാതെ അവർ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ടോ മെഡിസിൻ പഠിച്ചതുകൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല ഇത് കിട്ടുന്നത്. ദേ ആർ മോർ ഹാബിച്വേറ്റഡ് ടു വർക്കിംഗ് ഹാർഡ്. എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ രാത്രിയും അർദ്ധരാത്രിയും വെളുപ്പാങ്കാലത്തും ഒക്കെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം പഠിക്കുന്ന ഒരു ശീലം നമ്മൾ ആർജിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഡു യു ട്രാൻസ്ലേറ്റ് യുവർ പൊട്ടൻഷ്യൽ ഇൻറ്റു അച്ചീവ്മെന്റ്? അതിന് കുറുക്കു വഴികളൊന്നുമില്ല. പലരും ഈ സിവിൽ സർവീസിനെ പറ്റിയും മറ്റ് മേഖലകളെയൊക്കെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇറ്റ് വാസ് എ സ്ട്രോക്ക് ഓഫ് ലക്ക്. ചിലപ്പോൾ ഈ സെലക്ഷൻ കിട്ടിയ ആളുകൾ തന്നെ വളരെ മിസ്ലീഡിങ് ആയിട്ടൊക്കെ ചിലപ്പോൾ കമന്റുകൾ പറയുന്നത് കാണാറുണ്ട്. ഈ സമീപകാലത്ത് കാണാറില്ല, പണ്ട് ഇത് വളരെ കോമൺ ആയിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് പോയി എന്തൊക്കെയോ എഴുതി എങ്ങനെയൊക്കെയോ പാസ്സായി, അങ്ങനെയൊന്നുമല്ല. ഈ സെലക്ഷൻ കിട്ടുന്ന ആളുകളെല്ലാം തന്നെ അതികഠിനമായി അധ്വാനിച്ച് ഓരോ ദിവസവും ഡെഫിനിറ്റ് പ്രോഗ്രസ് ഉണ്ടാക്കി മുന്നേറുന്ന വ്യക്തികളാണ്. സോ ദി പോയിന്റ് ഐ മെൻഷൻഡ് ഈസ്, when you commit to civil service or some other important service, that's an important decision which you have to make. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ then you must be prepared to work. You have a lot of potential that comes out only by consistent daily effort. ഓരോ ദിവസവും we must make good progress. Every day is important. ആ നിലയിൽ അധ്വാനിക്കുവാനുള്ള ഒരു കഴിവ്, ശേഷി നമ്മൾ എടുക്കണം. അത് ഡെവലപ്പ് ചെയ്യണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റേജിൽ നിങ്ങൾ യു ഷുഡ് സീസ് ദി ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് നിങ്ങൾ ആ അവസരം മുതലെടുക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത്? മുതലെടുക്കുന്നത് ഒരു
തെറ്റായ പ്രയോഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. അപ്പൊ അതിന് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മുൻകാല അക്കാഡമിക് റെക്കോർഡ് എന്തായാലും, നിങ്ങൾ റാങ്ക് ഹോൾഡർ ആയാലും, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സുകാരനായാലും, നിങ്ങൾ 50% കിട്ടിയായാലും 40% ആയാലും അതിനൊന്നും വലിയ വെയിറ്റ് വിടില്ല. നിങ്ങൾക്ക് കഠിന അധ്വാനം ചെയ്യുവാനുള്ള എന്ന് പറയുമ്പോൾ വായിക്കുക, എഴുതുക, പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും അതിനുള്ള മനസ്സുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ നത്തിങ് ഈസ് ബിയോണ്ട് യു. അപ്പൊ അത് ഡെയിലി യു ഹാവ് ടു മേക്ക് പ്രോഗ്രസ്. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ ശേഷം ഐ വിൽ ഓപ്പൺ ഇറ്റ് അപ്പ് ഫോർ യുവർ ക്വസ്റ്റ്യൻസ്, ബിക്കോസ് അതർവൈസ് ഐ ക്യാൻ ഗോ ഓൺ ആൻഡ് ഓൺ. ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ സമീപകാലത്ത് ഈ അടുത്ത് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടിയുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അയാളുടെ കോൺവെർസേഷണൽ സ്കിൽ ഇൻ ഇംഗ്ലീഷ് ദാറ്റ്സ് ലാക്കിംഗ്. അത് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ കേരള students have improved their capacity to communicate in English. But എന്റെയൊക്കെ കാലത്തെ അപേക്ഷിച്ച് താരതമ്യേന കുട്ടികൾ കുറെ കൂടി മെച്ചപ്പെട്ട കഴിവ് ആർജിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ ആയാലും ശരി, ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷ ആയാലും ശരി, where interview becomes a crucial part, our ability to speaking skill is very important. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായ കാലത്ത് അന്ന് ഈ ഒരു വിഷയത്തിൽ ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ വിൽ വിൻ. പക്ഷെ ഒരു കോൺവെർസേഷനിൽ ഐ വുഡ് ബി നോ വെയർ. ദാറ്റ് യു ഡെവലപ്പ് ഓൺലി ബൈ പ്രാക്ടീസ്. യു ക്യാൻ ഇംപ്രൂവ് യുവർ ടോക്കിംഗ് സ്കിൽ ഓൺലി ബൈ ടോക്കിംഗ്. That's important. I feel you are as you move forward, when you aim for higher kind of this thing, your capacity to communicate in English, that becomes important. ഞാൻ മലയാളത്തിന് എതിരൊന്നുമല്ല. മലയാളം നന്നായി വായിക്കുകയും എഴുതാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഭാഷാ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇഫ് യു ആർ എയിമിങ് ഹൈ ഫോർ നാഷണൽ ലെവൽ എക്സാമിനേഷൻ, യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ്, when I say standard of English, most of you write well. ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ സിവിൽ സർവീസിനൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് പോലും ഇപ്പൊ മലയാളത്തിൽ പോലും ഇന്റർവ്യൂവിന് പോകാനുള്ള അവസരമുണ്ട്. പക്ഷെ അവർക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചിട്ട് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചങ്ങനെയൊക്കെയാണ് ആ പ്രക്രിയ. ബട്ട് when you go for an all India kind of examination like civil services, കുറച്ച് നിങ്ങൾ if you apply a little bit, you can also improve the conversational skill. That's important. Second thing is, I think I don't have to tell, this is something which is known. I think this habit of reading, intense reading, and also writing the relevant things, you must start. Reading എന്ന് പറയുമ്പോൾ നിങ്ങൾ if you, as I mentioned, if you commit yourself, say for civil service exam or some other important exam like AS or whatever it is, then ഇപ്പൊ അത് വളരെ വളരെ സിവിൽ സർവീസ് എക്സാം ഒക്കെ ജനറൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് ആണ് വളരെ കൂടുതൽ. പണ്ട് 2 ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു ഓപ്ഷണൽ സബ്ജക്ട് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ എഴുതുമ്പോൾ 2 ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ജനറൽ കണ്ടന്റ് ആണ് വളരെ കൂടുതൽ. അപ്പൊ അതിന് നമ്മൾ തയ്യാറെടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. അവിടെ റീഡിങ് റെലവന്റ് ബുക്സ്, കറന്റ് അഫയേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, മലയാളമായാലും ദി എഡിറ്റോറിയൽ തിങ്സ്, ആൻഡ് റൈറ്റിംഗ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വായന എന്ന് പറയുമ്പോൾ പഠിക്കാൻ വേണ്ടിയുള്ള വായന, അലസമായ രസത്തിന് വേണ്ടിയുള്ള വായന, അത് നിങ്ങൾക്ക് ആകാം. ഇഫ് യു ക്യാൻ ഫൈൻഡ് സം ടൈം വിച്ച് you can do that. But once you commit for an exam, you should be focused, and then your reading should be focused, that which will help you, that which will take you to the goal every. Angana you should plan and prepare and go about doing. And the more you prepare in this manner, the more confident you will become.
നിങ്ങളിപ്പോൾ ഇന്ന് പോയി സിവിൽ സർവീസിന്റെ പ്രിലിം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മെനി ഓഫ് യു മൈറ്റ് ഹാവ് ചെക്ക്ഡ് ഓർ ജനറൽ സ്റ്റഡീസിന്റെ നോക്കിയാൽ മെനി ഓഫ് യു വിൽ ഫീൽ അപ്സെറ്റ്. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്ന് തോന്നും. അതൊരു 1000 മൈൽ ദീർഘതയുള്ള ഒരു യാത്രയായിരിക്കാം. പക്ഷെ ഓരോ ദിവസവും യു ആർ മൂവിങ് ഫോർവേഡ്, യു ക്യാൻ. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യേണ്ടത്. ഐ അഗെയിൻ റിപ്പീറ്റ്, കേരളത്തിന്റെ ദുരന്തമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ യുവതി യുവാക്കൾ അവർ അർഹിക്കുന്ന പൊസിഷനിൽ എത്തുന്നില്ല. എത്ര പ്രതിഭാശാലികളായ ആളുകളായാലും നമുക്ക് ഈ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ജോബ്, to convert it, that opportunity to a job. That happens at this stage. If time lost at this stage, it can't be again got back. അത് ആ ഒരു ദുരന്തം നമുക്കുണ്ടാകും. യു ഷുഡ് റീച്ച് വെർ യു ഡിസേർവ്. അതിന് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വി ഷുഡ് മൂവ് ഫോർവേഡ്. ഫോറംസ് ലൈക്ക് ദിസ്, പീപ്പിൾ ലൈക്ക് മീ മേ ബി ക്യാൻ be of some guidance. Ultimately, it is within you, each one of you, who make it happen. And you can do that. You can do that. I've seen many people. പലരും ചോദിക്കുക, ഇത് ഞാൻ ഇതിനു വേണ്ടി ഇത്രയും ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും, ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അലട്ടുന്ന ഒരു ചോദ്യമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. നമ്മളിപ്പോ ഒരു സിവിൽ സർവീസിൽ എത്തിയത് കൊണ്ട് തന്നെ എല്ലാം ആയി എന്ന് കരുതുന്ന ഇതിൽ അർത്ഥമില്ല. അറ്റ് ദ ജേർണി ഓഫ് ലൈഫ് ഗോ ഓൺ. നിങ്ങളീ നടത്തുന്ന, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നടത്തുന്ന ഓരോ പരിശ്രമവും, ദി എഫേർട്ട് യു മേക്ക്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ആഡ് വാല്യൂ ടു യുവർ ലൈഫ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്തരമൊരു ഹാബിറ്റ് ആർജിക്കുക, അക്വയർ എന്ന് പറയുന്നത്, ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ബി സംതിങ് വിച്ച് വിൽ ഹെൽപ്പ് യു to achieve worthy positions in life. അതാണ് അനുഭവം. പലരുടെയും അനുഭവം അതാണ്. എനിക്കറിയാം, സിവിൽ സർവീസിന് വേണ്ടി പഠിച്ച് അതിൽ സക്സസ്ഫുൾ ആകാത്ത ആളുകൾ പലരും അതിനേക്കാൾ ഉയർന്ന മേഖലയിൽ പോയ അനവധി ഉദാഹരണങ്ങൾ എനിക്കറിയാം. അൾട്ടിമേറ്റ്ലി ഇഫ് യു ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ who can make every day count, and that attitude, with that attitude you can move forward, then nothing is impossible for you. ഞാൻ ഈ സ്റ്റേജിൽ ഇവിടെ നിർത്താം. കാരണം പരിമിതമായ ബാക്കി സമയത്ത് I would like you to raise any issues which you would like to ask. Otherwise I can go on. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. ഈ സിവിൽ സർവീസിനെ സംബന്ധിച്ച് പലരും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം ഓപ്ഷണലാണ്. വാട്ട് ഓപ്ഷണൽ ഐ ഷുഡ് ടേക്ക്? ഞാൻ പഠിച്ച വിഷയം ഇതിലില്ല. എൻ്റെ അഭിപ്രായത്തിൽ യു ലുക്ക് അറ്റ് ദി വേരിയസ് ഓപ്ഷൻസ് അവൈലബിൾ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്, യുവർ ലൈക്കിംഗ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ദർ ഈസ് നത്തിങ് ലൈക്ക് എ മാജിക്കൽ ഓപ്ഷണൽ സബ്ജക്ട് ഓർ സംതിങ് വിച്ച് യു കനോട്ട്. Malayalam may be good for someone who has an inclination, who is used to little bit, or mathematics may be useful for someone who has got that base in that subject. You can't generalize things like that. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഈ സ്റ്റേജിൽ ഇതിനു വേണ്ടിയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സ്വാധീനിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ദീസ് ആർ some of my random thoughts while talking to you. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് റൈസ് ചെയ്യാവുന്ന ഇഷ്യൂസ് I will try to respond. Thank you for listening patiently. Sir, thank you, sir. Any students അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് ഡൗട്ട് ആണെങ്കിലും സാറോട് ചോദിക്കാം അല്ലേ സർ? സ്വതന്ത്രമായിട്ട് ജോലിയെ പറ്റിയോ സിവിൽ സർവീസിനെ പറ്റിയോ പരീക്ഷയെ പറ്റിയോ അല്ലെങ്കിൽ പൊതുക്കാര്യത്തെ പറ്റിയോ എനിത്തിങ് യു ക്യാൻ ആസ്ക്. Please feel free. This is important. നമ്മൾ ആ ഒരു when you go for aim for something big, നമ്മൾ സ്വയം ഇൻവേർഡ്ലി നമ്മൾ ആ ഇൻഹിബിഷനിൽ നിന്ന് പുറത്ത് കിടക്കണം. That's important.
ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നാളെ തൊട്ട് കൈയും വീശി ഞാൻ ഇങ്ങനെ നടക്കണം എന്നുള്ളതല്ല, പക്ഷെ ഇറ്റ് ഈസ് സംതിങ് ഇന്റേണലി. സിവിൽ എൻ്റെ എയിം അച്ചീവ് ചെയ്യാൻ ഈ സ്റ്റെപ്പ് സഹായിക്കും എന്നുണ്ടെങ്കിൽ അതിന് ചോദ്യം ചോദിക്കണം, നിങ്ങൾ ചോദിക്കണം. എനി ഡൗട്ട് ദിസ് കൈൻഡ് ഓഫ് ഫോറം ഈസ് വർത്ത് ദാറ്റ് ഉള്ളി. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇത്തരം അവസരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് എഡുസോട്ട് പോലുള്ളതൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഈ ഫോറം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇപ്പൊ കുട്ടികൾ അങ്ങനെയാണ്. കോമ്പറ്റീഷൻ ഹാസ് ഗോൺ അപ്പ് ട്രമൻഡസ്ലി. ഭയങ്കരമായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. Okay, somebody has raised his hand. Hello, sir. Yes. My name is Sanjana. I am a botany student. Sir, എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഇത് പ്രിപ്പറേഷൻ്റെ സമയത്ത് സ്ട്രെസ്, ടെൻഷൻ അതൊക്കെ എങ്ങനെ അത് കുറയ്ക്കുക സർ? ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും ഇത് ഒരുപാട് അനുഭവിച്ച ആളാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ച് മനസ്സിലാവും. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 84-ലാണ് ഞാൻ ആദ്യം എഴുതുന്നത്. അന്നൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം ലാംഗ്വേജ്, ഇപ്പോഴും അത് തന്നെയാണ്. പിന്നീട് ജനറൽ സ്റ്റഡീസ്. ആ പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഓപ്ഷണൽ 1, ഓപ്ഷണൽ 2. അപ്പൊ അന്നത്തെ സ്കീം അനുസരിച്ച് മാത്തമാറ്റിക്സ് പേപ്പറാണ് ഏറ്റവും അവസാനം വരുന്നത് എനിക്ക്. അതിനു മുമ്പ് ലാംഗ്വേജ് വിച്ച് ഐ വിൽ ഡു വെൽ, ജനറൽ സ്റ്റഡീസ് ഐ മേ ഡു റീസണബിളി വെൽ, ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും അവസാനമാണ് മാത്തമാറ്റിക്സ് പേപ്പർ വരുന്നത്. അപ്പൊ ഞാൻ ജോലി നടത്തുന്ന കിട്ടാത്ത ലീവൊക്കെ എടുത്ത് മുങ്ങിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പ്രൊബേഷനിലാണ്, എനിക്ക് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ വർഷം നിങ്ങൾ ഓർക്കും 84-ലാണ് മിസ്സസ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നത്, ഇന്ദിരാഗാന്ധി. ഒക്ടോബർ 31, 1984. ആ അസാസിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഒറീസയില് കട്ടക്കില് വിജയ് ഹോട്ടൽ എന്ന് പറഞ്ഞ് ഒരു മുറിയിലിരുന്ന് 2 ദിവസം കഴിഞ്ഞുള്ള സിവിൽ സർവീസ് എക്സാം തുടങ്ങുന്നത് എഴുതാനുള്ള തയ്യാറെടുപ്പില്ല. ഞാൻ അറിയുന്നില്ല. പക്ഷെ ഈ സംഭവം ഉണ്ടായതോടുകൂടി എക്സാം മൊത്തം റീഷെഡ്യൂൾ ചെയ്തപ്പോ എനിക്ക് ആദ്യം അപ്പിയർ ചെയ്യേണ്ടി വരുന്ന എക്സാം ഈ മാത്തമാറ്റിക്സ് ആണ്, വിച്ച് അതർവൈസ് ഐ വുഡ് ഹാവ് അപ്പിയർഡ് ദി ലാസ്റ്റ് ടൈം. ഈ മാത്തമാറ്റിക്സ് പേപ്പറാണ് ഞാൻ ലീസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത്. മാത്സ് പേപ്പറാണ്. കാരണം എനിക്ക് അതിനധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം എഴുതാൻ കയറുന്നത് ഈ മാത്സ് പേപ്പറിലാണ്. പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം, ഐ മേ ഡു വെൽ എന്നൊക്കെ നോക്കി. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് തോന്നി. പക്ഷേ വെൻ യു സ്റ്റാർട്ട് അറ്റൻഡിങ് ഐ ഗെറ്റ് സ്റ്റക്ക്. ഐ ആം നോട്ട് ഏബിൾ ടു മൂവ് ഫോർവേഡ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദി ഗെയിം ഈസ് അപ്പ്. ഞാൻ ഇക്കുറി ഈ പരീക്ഷ പാസ്സാകാൻ പോകുന്നില്ല. കാരണം ഇൻ എവറി പേപ്പർ അൺലെസ് യു ഡു വെൽ റീസണബിളി വെൽ യു കാൺ മേക്ക് ഇറ്റ്. ആ പേപ്പർ കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് ഉറപ്പായി. പക്ഷെ 2 പേപ്പറുണ്ട്. അന്ന് ഉച്ച കഴിഞ്ഞ് ഒരു പേപ്പർ കൂടെ ഉണ്ട്. എന്നാ പിന്നെ രണ്ടാമത്തെ നോക്കാന്ന് പറഞ്ഞാൽ സോ എക്സോസ്റ്റഡ്. ഉച്ചയ്ക്കും പരീക്ഷയ്ക്ക് പോയി. ഉച്ച കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉറപ്പായി, തീരുമാനമായി. 2 പ്രധാന പേപ്പറുകൾക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്ട് വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ യു വിൽ ബി നോവെയർ. അന്നത്തെ സ്കീമിലോ അതെ, ഇന്നത്തെ സ്കീമിലോ അതെ. എൻ്റെ ദീർഘകാലത്തെ 1.5 വർഷത്തെ പരിശ്രമത്തിന്റെ അതിൻ്റെ ഒരു പരിസമാപ്തിയാണ്. ഇറ്റ് ക്യാൻ ബി വെരി ഷാറ്ററിങ്. നമുക്ക് അവിടെ ആരോടും ചോദിക്കാനില്ല, കൺസൾട്ടേഷൻ ഇല്ല, സ്ട്രെസ് ബസ്റ്റ് ചെയ്യാനുള്ള വഴികളില്ല. ആക്ച്വലി സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ആ സമയത്ത് അത് തീരുമാനമെടുക്കുക ബുദ്ധിമുട്ടാണ്. ഞാൻ ആ പിന്നീടുള്ള പരീക്ഷകൾ എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ലീവ് കിട്ടാത്ത ലീവ് അന്ന് ഞാൻ ജോലിയാണ് എടുത്ത് നഷ്ടപ്പെടുത്തി യാതൊരു പ്രയോജനമില്ല. ഞാൻ ചെയ്തത് കുറെ നേരം ആലോചിച്ചു. അന്ന് 2-3 മണിക്കൂർ ഞാൻ ആ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ എൻ്റെ ചിന്തകളും വളരെ ക്ലിയർ ആയി. ഞാൻ തീരുമാനിച്ചു മറ്റു പേപ്പറുകളും ഞാൻ എഴുതും. പരീക്ഷ ജയിക്കാനെന്നുള്ള പോലെ ഞാൻ എഴുതും. പക്ഷെ ജയിക്കില്ല എന്ന് എനിക്കറിയാം, ക്വാളിഫൈ ചെയ്യില്ല. എഴുതി ആ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ വർദ്ധിത വീര്യത്തോടു കൂടി വിത്ത് ഗ്രേറ്റർ വിഗർ ഐ വിൽ റൈറ്റ് നെക്സ്റ്റ് ടൈം.
That itself I continued. I told my friends also and my bosses also, I will write the exam fully. I will not be anywhere, but this will be the base for my next year. And that's what happened. I was nowhere because I got washed out in the, like ഇത് ക്രിക്കറ്റിൽ നമ്മൾ എല്ലാ തയ്യാറെടുപ്പ് കൊടുത്ത് സെലക്ഷൻ കിട്ടി ഫസ്റ്റ് ബോളിൽ പോയി ബൗൾഡ് ആകുന്ന പോലാണ്. പക്ഷെ ഇവിടെ ദർ വാസ് സെക്കൻഡ് ടൈം. ദാറ്റ്സ് ഹൗ ഐ മാനേജ്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അഞ്ജനയും എല്ലാ പേരും ഇതിൽ കൂടെ പോകുന്ന ആളുകൾ, വെൻ യു എയിം ബിഗ്, there will be some days when you feel some stress, some negative thoughts. That is very human, that is very normal, natural. നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ, every day you must have some target. That target should not be too easy or too tough. It should be something which can be achieved with some degree of exertion. കുറച്ച് കഠിനമായി അധ്വാനിച്ചാൽ എത്തിപ്പറ്റാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾ ആ വർക്കിൽ ഓറിയന്റ് ചെയ്യണം. യു ഷുഡ് ഹാവ് സംതിങ് ടു ഡു എവറി ഡേ. അങ്ങനെ ഇഫ് യു കീപ് ഡൂയിങ്, ഇഫ് യു കോൺസെൻട്രേറ്റ് ഓൺ ആക്ടിവിറ്റീസ് അഹെഡ്, വാട്ട് ഐ ഷുഡ് ഡു, ദെൻ ദിസ് സ്ട്രെസ് വിൽ ഗോ. ഐ ഓൾസോ യൂസ്ഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ടാർഗറ്റ്സ്. Often targets were not met, but still that helps you, that keeps you moving. You don't have time to worry. I have things to achieve within the time available. പിന്നീട് ഡിസ്ട്രാക്ഷൻ ആയിട്ട് you can have, if you read something, നിങ്ങളൊരു കവിത വായിച്ചാൽ, കഥ വായിച്ചാൽ, അല്ലെങ്കിൽ കളിക്കാൻ പോയാൽ, അല്ലെങ്കിൽ സിനിമ കണ്ടാൽ, ഇഷ്ടമുള്ള അതൊക്കെ കാണുന്ന ആളുകൾ അതിനു വേണ്ടി കുറച്ച് ടൈം ഒക്കെ ഡിവോട്ട് ചെയ്തോളൂ, വിച്ച് വിൽ ഹെൽപ്പ് യു. അതർവൈസ് നിങ്ങൾ ആ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഡെയിലി ടാർഗറ്റ്, you have things to do. Then you do not have things to do, only people get distracted like that. When you aim big, your actually self-management is important. I can do that. I have work to do. I don't have time to worry. അങ്ങനെ ഒരു സ്പിരിറ്റിൽ വേണം ഞങ്ങൾ പോകാൻ, നിങ്ങൾ പോകാൻ. ഞാൻ വളരെ ചുരുക്കി ആ കഥ പറഞ്ഞെങ്കിലും that was a shattering experience. A very shattering experience. നിങ്ങൾ സർവീസിൽ വന്നാലും നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുമല്ലോ. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് ഈ സ്ട്രെസ് മാനേജ്മെന്റ് എടുക്കുക. പല ടെക്നിക്സ്, ബ്രീത്തിങ് ടെക്നിക്സ്, യോഗ, അതും ഇതുമൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് വാട്ട് എവർ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദി പബ്ലിക് പ്ലാറ്റ്ഫോം, സം ഓഫ് വിച്ച് യു ക്യാൻ ഫോളോ, ബട്ട് ഡു വാട്ട് യു ലൈക്ക്, വാട്ട് യു എൻജോയ്. ഇഫ് യു കുക്ക്, യു ലൈക്ക്, യു ഡു. ഹെൽപ്പിംഗ് യുവർ മദർ, യു ഡു. ബട്ട് keep your daily target going. Don't compromise on that. And don't keep the target too silly, too easy. Don't keep it too impossible. Keep it something achievable with a high degree of effort. അങ്ങനെ നിങ്ങൾ പോയാൽ അഞ്ജനയെ ടെൻഷനൊന്നും ഓവർടേക്ക് ചെയ്യില്ല. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. സർ, ഒരു ഡൗട്ടും കൂടി. ഇപ്പോ 2 ടൈപ്പ് ആൾക്കാർ പറയും കഴിഞ്ഞാല്, ഇതെന്ന് വെച്ചാൽ കാണാണ്ട് പഠിക്കേണ്ട ഒന്നല്ല എന്ന് പറയും. എന്നാ അടുത്ത് പറയും ഇത് സ്കൂളിലൊക്കെ ഇരുന്ന് പഠിക്കണ പോലെ അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ടതാണെന്നും പറയും. ഇതില് ഏത് അപ്രോച്ച് ആയിരിക്കും? അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും ഇത് പഠിക്കാനായിട്ട് കൂടുതൽ സൗകര്യപ്പെടുക? ഇക്കാര്യത്തില് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്യാൻ ഗൈഡ് യു. പക്ഷെ എന്റെ സജഷൻ, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് എടുക്കാവുന്നത്, പ്രിലിമിനറിക്കും മെയിൻസിനും 2 അപ്രോച്ച് വേണ്ടി വരും. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സ്കീം ഓഫ് എക്സാമിനേഷനില് നോ വൺ ക്യാൻ സ്കോർ ഫുള്ളി ഇൻ ദാറ്റ്. ഇതില് യു കാൺ നോ എവരിതിങ് ഇൻ ദാറ്റ്. അപ്പൊ അവിടെ സം ഡിഗ്രി ഓഫ് സംടൈംസ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നതിൽ ഒരു ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിൽ യു മേ ബി ഏബിൾ ടു, അവിടെ പോസിറ്റീവും നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്, യു മേ ബി ഏബിൾ ടു റൂൾ ഔട്ട് സർട്ടൻ ആൻസേഴ്സ് if you are familiar with some areas. And if you look at questions like that for the mains also, you will get an idea. There are certain things which you must study intensely. You should know. Again, I'm not suggesting understanding a subject doesn't mean that learning by heart.
Learning by heart. It means certain facts we should know. There are facts, there are perspectives, there are analysis on those things. So you should study the subject intensely. Like I had psychology. When you read the subject of psychology, you get to know some facts you think you understand. You read again, you get to know a little deeper. Like that, the conceptual clarity has to be there. It is like this: a student is when you are in the 4th standard or 5th standard, you learn that Earth is round. Earth is round, globular. How do you know Earth is round? Because we watch a ship coming from a distance. First you see smoke, then you see the bottom, in that order. Because of that, we know Earth is round. This is what I learned in 3rd standard. I wrote that and I got the mark. But I could not relate. What is it that how? Because you see smoke first, Earth is round. Then that insight into that. Like that, when it comes to civil services purpose, what is required is conceptual clarity. That's very important. Whether it is political science, social science, or whatever it is, that comes by some intense learning. But when it comes to prelims, that kind of question, you have to choose, you have to balance between certain things we have to learn by heart, we have to know, but certain things, some understanding of that subject will help. I think that will come by trial and error, where you have to study intensely. But I would tell you the conceptual clarity, that's very important. The fundamentals must be very clear. Whatever be the subject you study, whether it is constitution, whether it is geography, whether it is history, the basics should be clear. We should know. And that comes by effort, because a lot of repetitive practices is needed. Unlike other exams, because volume of material is so high, this repetitive study, reading, and taking part in mock exams, all those things will help. I think somebody else wants to ask something. Sir, hello. Yeah. Sir, എൻ്റെ പേര് ആദ്യ എന്നാണ്. ഞാനൊരു ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയാണ്. അപ്പം എനിക്ക് മാത്സ് ഒക്കെ ഭയങ്കര വീക്കാണ്. ഇതിൽ എങ്ങനത്തെ ഏത് ലെവലിലായിരിക്കും മാത്സ് ചോദിക്കുന്നത്? എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല. എൻ്റെ കയ്യിൽ നിന്ന് പോകും. മാത്സ് ഒന്നും ആദ്യം അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്ക് ആ സബ്ജക്റ്റുകളൊക്കെ വലിയ അഡ്വാൻറ്റേജ് ആണ്. മാത്തമാറ്റിക്സും ലോജിക് എന്നൊക്കെ പറയുന്നത് വളരെ എലിമെന്ററി ആയിട്ടുള്ള മാത്തമാറ്റിക്സേ ഉള്ളൂ. അല്ല, നിങ്ങളെടുത്ത് ഈവൻ അതിൽ പൈതഗോറസ് തിയറം തെളിയിക്കാൻ പോലും പറയുന്നില്ല. ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ ലോജിക്കൽ കൈൻഡ് ഓഫ് തിങ്സ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ടഫ്. ഐ തിങ്ക് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഉള്ള ടൈപ്പ് ഓഫ് മാത്സിന് അപ്പുറമുള്ള mathematics ഒന്നുമില്ല. There is absolutely no need for any anxiety on that count. If you are good at humanities, ഈ mathematics you can excel. ഹലോ സർ. താങ്ക് യു സർ. സാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുതരോ? ഞാൻ പ്രിപ്പയർ ചെയ്തത്, ഐ വാസ് വർക്കിംഗ്. ആ സമയത്ത് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഒരു മിനിറ്റ് പോലും എൻ്റെ ഓഫീസിൽ ഇരുന്ന് ജോലി ഇതിനു വേണ്ടി പഠിച്ചിട്ടില്ല. അതിനാണ് സാറ്റർഡേ സൺഡേ എനിക്ക് അവധി ദിവസമായിരുന്നു. ആ 2 ദിവസങ്ങൾ ഞാൻ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 3-4 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി വിനിയോഗിക്കും. എനിക്കൊരു മുറിയും ഒരു ടേബിളും കുറച്ച് പുസ്തകങ്ങളും. അന്ന് പുസ്തകങ്ങളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ യു ഹാവ് എ ലോട്ട് ഓഫ് ഗൈഡൻസ്, യു ഗെറ്റ് ദി റൈറ്റ് മെറ്റീരിയൽ ആൻഡ് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഗൈഡൻസ്. കിട്ടിക്കഴിഞ്ഞാൽ most of my study was self-study. Previous years question papers പോലും ഡിഫിക്കൽട്ട് ആയിരുന്നു. വിത്ത് some difficulty we could get some. അതിന്റെ അടിസ്ഥാനത്തിൽ once you get the basic material, the text, there is no substitute for intense study. The syllabus, the material with you. And for general studies and all, it's only NCERT books and things like that, and a lot of study material is available. You repetitively read. The important thing is every day you must make progress. I used to have a lot of targets, but most of the time I did not meet those targets. I kept very stiff targets for mathematics because I did not have much time. I chose that second option very late, and that result was shown when I appeared for the first time. നമ്മൾ ഓരോ ദിവസവും നല്ല പ്രോഗ്രസ് വയ്ക്കണം. നമ്മൾ ഈ ടേബിൾ വയ്ക്കണം, ഹൗ മച്ച് ഐ വിൽ കവർ എന്നുള്ള ആ നിലയിൽ
നമ്മൾ പോയി കഴിഞ്ഞാൽ സംവെയർ വി വിൽ സ്ട്രൈക്ക് എ പാറ്റേൺ വിച്ച് വിൽ ഹെൽപ്പ് യു. ആൻഡ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും കളിയാക്കി ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയും. ഡോണ്ട് ബോദർ അബൌട്ട് ദോസ് തിങ്സ്, ടേക്ക് ഇറ്റ് ആസ് ഫൺ ആൻഡ് യുവർ ഫോക്കസ് അറ്റൻഷൻ ഷുഡ് ബി സ്റ്റഡി ആൻഡ് സ്റ്റഡി ഓൺലി. താങ്ക് യു സർ. ഓക്കെ സർ, എന്റെ പേര് തുളസീധരൻ എന്നാണ്. എനിക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് പഠിച്ച സർ, കാര്യങ്ങൾ UPSC CSE എക്സാംസിനെ പറ്റി ഒന്ന് പറയോ? ഐ തിങ്ക് ദാറ്റ്സ് സോ ഹെൽപ്ഫുൾ ഫോർ അസ്. പിന്നെ ഓരോരുത്തരും പഠിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൽ സാറ് ഇത് മെത്തേഡാണ് യൂസ് ചെയ്തതെന്ന് ഒന്ന് പറയാമോ? ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. I agree. Each person will prepare depending upon his strengths and weaknesses and his approach to studies. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സജഷൻ, യു ഡു വാട്ട് ഇൻ മാനേജ്മെന്റ് ടേംസ് കോൾ എ SWOT അനാലിസിസ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, എന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഈ സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പൊ ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ്, ഇതിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? ഉദാഹരണത്തിന് എൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ആദ്യം പ്രിലിംസിന് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അന്ന് പ്രിലിംസിന് ഒരു ഓപ്ഷണൽ കൂടിയുണ്ട്, സൈക്കോളജിയിൽ ഒരു പേപ്പർ കൂടി പ്രിലിംസിനുണ്ട്, ഇപ്പൊ അതില്ല. അപ്പോൾ ഐ ഹാഡ് ടു സ്പെൻഡ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഫോർ സൈക്കോളജി. കാരണം ആ സബ്ജക്ട് ടോട്ടലി ന്യൂ ആണ്. ജനറൽ സ്റ്റഡീസിൽ എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ ഹാഡ് എ ഹാബിറ്റ് ഓഫ് റീഡിങ് ജനറലി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ അക്കാലത്ത് SRS ഫ്രാൻസിസ് എന്നെന്തോ പറഞ്ഞ് ഒരു നല്ല ഒരു ഗൈഡ് വരുമായിരുന്നു. ഈ ഗൈഡ് സിവിൽ സർവീസ് എക്സാമിനേഷന് തൊട്ട് മുമ്പ് പബ്ലിഷ് ചെയ്യും. അതിൽ കറണ്ട് അഫയേഴ്സ് വരെയുള്ള സാധനങ്ങൾ അതിലുണ്ടാവും. ഐ യൂസ് ടു ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ലാർജ്ലി ഫോർ മൈ സിവിൽ സർവീസസ് ദെൻ. അതുപോലെ നിങ്ങൾ ഈ വാട്ട് ആർ ദി ജനറൽ സ്റ്റഡി സബ്ജക്ട്സ്, വാട്ട് ആർ ദി ഓപ്ഷണൽസ് എന്നുള്ള നിലയിൽ, അത് പ്രിലിമിനാണെങ്കിൽ അങ്ങനെ, അവിടെ ആണെങ്കിൽ ഓപ്ഷണൽ വരുന്നില്ല, ഈ മെയിനാണെങ്കിൽ അങ്ങനെ, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഇന്ന ഏരിയാസ് ഐ ആം ഗുഡ്, ഇന്ന ഏരിയാസ് ആർ മൈ വീക്ക് ഏരിയാസ്. ആ വീക്ക് ഏരിയാസിന് നിങ്ങൾ കൂടുതൽ സമയം ഡിവോട്ട് ചെയ്യുക, കൂടുതൽ പ്രിപ്പയർ ചെയ്യുക, അതിലെ ക്വസ്റ്റ്യൻസ് നോക്കി അതിനുവേണ്ടി കൂടുതൽ തയ്യാറെടുക്കുക. പലരുടെയും ഒരു സ്വഭാവം എളുപ്പമുള്ളത് വായിക്കും, അറിയാവുന്നത് പഠിക്കും, പക്ഷെ നമ്മളത് വളരെ റൂത്ത്ലെസ് ആയിട്ട് ടൈം മാനേജ് ചെയ്യണം. certain things will be to your liking when you study, certain subjects may not be so much to your liking, പക്ഷെ that is there, you have to study. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് ഡിപ്പെൻഡിങ് upon your strengths, weaknesses and time available, and depending upon that you have to plan. അത് നിങ്ങൾ റൂത്ത്ലെസ് ആയിട്ട് ചെയ്യണം. Once you commit for the exam, what is the time available? Within that, what is the volume of material? Which subjects you are good, which subject you are weak? ആ നിലയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നാണ് ബ്രോഡായിട്ട് എനിക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ഗ്രീഷ്മ ഹാസ് റേസ്ഡ് ദ ഹാൻഡ് ഫോർ സം ടൈം. ഹായ് സർ, എൻ്റെ പേര് ഗ്രീഷ്മ, MSc ബോട്ടണി സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ്: പ്ലാൻ എ എന്ന നിലയിൽ സിവിൽ സർവീസ് നോക്കാം, എപ്പോഴും പ്ലാൻ ബി കൂടെ വേണം, ആ രീതിയിൽ നെറ്റിന്റെ പ്രിപ്പറേഷൻ കൂടെ വേണം. അപ്പോൾ പ്ലാൻ ബി കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നത് ശരിക്കും നല്ലതാണോ സർ? എന്റെ സജഷൻ, ഒരു കാര്യം, സിൻസ് ഗ്രീഷ്മ റേസ് ദാറ്റ് ഇഷ്യൂ, ഇറ്റ്സ് എ very valid kind of question which may be there. So civil service examination, there is a lot of uncertainty. Some bright people, in spite of their best efforts, may not be successful there. It is possible. That is there. And there is a suggestion: if you prepare well for civil services, along with that, or when you go for that, at some stage, initial, there are other exams also worthwhile, which you may be able to do with a little more addition, some extra study അവിടെ. അത് നിങ്ങൾക്കൊരു ബാലൻസ് ആയിട്ട് വയ്ക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ കമ്മിറ്റ്മെന്റ് ടു ദി സിവിൽ സർവീസസിനെ ബാധിക്കാത്ത വിധത്തിൽ അത്തരത്തിലുള്ള ചില ഓപ്ഷൻസ് കൂടി വയ്ക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്.
ദാറ്റ് ഹെൽപ്സ്. പക്ഷെ അതിനുവേണ്ടി ഒരു ഇന്റൻസീവ് സ്റ്റഡി വേറെ ഒരുപാട് വേണം. ഇഫ് ഇറ്റ് ഈസ് ടു മച്ച് ഈറ്റിംഗ് ഇൻ യുവർ ദിസ് ടൈം, ദാറ്റ് വിൽ നോട്ട് വർക്ക്. പക്ഷെ പല എക്സാംസിനെ സംബന്ധിച്ചും ഒരുപാട് കൺവെർജൻസ് ഉണ്ട് ഈ മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ, ജനറൽ സ്റ്റഡീസ് ഈസ് കോമൺ ഫോർ മെനി. ഇപ്പൊ നിങ്ങളുടെ ടോപ്പിക് ഓപ്ഷണൽ എടുക്കുന്നത് ഇറ്റ് മേ ബി കോമൺ വിത്ത് യുവർ നെറ്റ് എക്സാം. അങ്ങനെയുള്ള കൺവെർജൻസ് കൂടി നിങ്ങൾ നോക്കിയിട്ട് യു ക്യാൻ ഹാവ് സം ബാക്കപ്പ്. If I use your expression, that is also a prudent way. That's a prudent, nothing wrong with that. That's a good thing in my opinion. Thank you, sir. Okay. Suma, Aparna, Ulasidharan. Good evening, sir. Good evening. എൻ്റെ പേര് സുമ എന്നാണ്. പഠിച്ചു കഴിഞ്ഞത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങൾ തന്നെ അപ്പൊ അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും സർ? പെട്ടെന്ന് ഇപ്പൊ ഇയറുകളൊക്കെ ആയി കഴിഞ്ഞാലും വളരെ ഡിഫിക്കൽട്ട് ആണത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട്. അപ്പൊ You speak a little louder. I am not able to hear. Sir, am I audible? Now you are audible. സാറിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, UPSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ച് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി മറന്നു പോകാൻ ഭയങ്കരമായിട്ട് ചാൻസ് കൂടുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പറയാൻ സാധിക്കും, പക്ഷെ അതിൻ്റെ ഡെപ്തിലോട്ട് പോകുമ്പോൾ അതൊന്നും നമുക്ക് എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റാറില്ല പലപ്പോഴും. പക്ഷെ അത് ഇയേഴ്സ് ഒക്കെ ആയാലും നമ്മളിപ്പോൾ അത് ഓർത്ത് വെക്കാൻ കുറച്ച് അത് സാധിക്കാറില്ല. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും? അത് ഈ പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ സൈക്കോളജിയിലെ ഒരു തിയറി വായിക്കുന്നു, പഠിക്കുമ്പോൾ നമുക്കിത് എളുപ്പമായി തോന്നി, മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ ബിഹേവിയറൽ ആസ്പെക്ട്സ് തിയറി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, പൗലോവിന്റെ തിയറി ഇന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ കുറെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ മൈനർ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിവുണ്ടാവില്ല. അതിന് വാട്ട് യു ഷുഡ് ഡു ഈസ് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഗെറ്റിംഗ് ദി കൺസെപ്റ്റ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെൻ യു സ്റ്റഡി യു ഹാവ് ടു റീവിസിറ്റ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് പഠിക്കാൻ 10 മണിക്കൂർ എടുത്തെങ്കിൽ, ഒരു ചാപ്റ്റർ പഠിക്കാൻ 10 മണിക്കൂർ എടുത്തെങ്കിൽ, ഇടയ്ക്ക് നിങ്ങൾ അതിലോട്ട് പോയി ഒരു ഹാഫ് ആൻ അവർ അതിൽ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇടയ്ക്ക് 1 അവർ സ്പെൻഡ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റീവിസിറ്റ് ചെയ്യണം. ഈ റിപ്പറ്റീഷൻ ആ സമയത്ത് റീലേണിംഗ് അല്ലെങ്കിൽ റീലുക്കിന് അത്ര ഒരുപാട് ടൈം വേണ്ട. അങ്ങനെ ദ മോർ യു ഡു ദാറ്റ് ഇറ്റ് ബിക്കംസ് ഈസിയർ ടു റിക്കോൾ. കാരണം അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് റിക്വയർഡ് ഈസ് യു ഷുഡ് ബി ഏബിൾ ടു റിക്കോൾ ദി കീ ആസ്പെക്ട്സ് ഇൻ ദി എക്സാം. അത് ഈ ടൈപ്പ് ഓഫ് റീവിസിറ്റിംഗ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്യുന്ന, റിവൈസ് ചെയ്യുന്ന ആ ഒരു രീതി വേണം. അത് ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് സർ. സർ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ. അപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂർ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം? ഇത് പലരും ഈ എത്ര മണിക്കൂർ എന്നുള്ള ഒരു കാര്യം എടുക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തില് ഇത്ര മണിക്കൂർ എന്ന് പറയാതെ, നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനത്തെ ബാധിക്കാതെ, ഇപ്പോഴത്തെ പഠനത്തിൽ തന്നെ സിവിൽ സർവീസിന് പ്രയോജനപ്പെടുന്ന മേഖലകളുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്, മറ്റ് നിങ്ങൾക്ക് അറിയേണ്ട മേഖലകൾ, അത് പരമാവധി യു ഷുഡ് യൂട്ടിലൈസ്. ഇഫ് യു ക്യാൻ സ്പെൻഡ് additional 3 hours, you should do that. If you can find additional 4 hours, you can do that. എൻ്റെ അഭിപ്രായത്തിൽ അത് മാക്സിമം ഇന്റൻസിറ്റിയോട് കൂടി നിങ്ങൾ അത് എടുക്കണം എന്നുള്ളതാണ്. അതായത് our aim should be maximize the output. ഞാനൊരു എക്സാമ്പിൾ പറയാം. when you write an exam say 3 hour paper, നിങ്ങൾ അത് എഴുതുമ്പോഴത്തേക്ക് ആ 3 hourൽ a reasonably good student, you are focused there, you bring in the best out of you. അതുപോലെ നമ്മൾ കൂടുതൽ സമയം ഇന്റൻസ് കോൺസെൻട്രേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എഗെയിൻ ഈ ടൈമിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ടൈം ഇമ്പോർട്ടൻ്റ് ആകാം, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്
you should keep some target. Today I will cover in addition geography this much. അങ്ങനെ ടൈം വെച്ചാൽ പലപ്പോഴും when you have an aim, it will provide you some energy. Oh, I should complete this reasonably well. അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്, rather than mechanically I devote this much time. And like I had a friend, അയാള് ഓരോ സമയത്തും പഠിച്ചു വരുമ്പോഴത്തേക്ക് ഉറക്കം വരും, പകുതി ഉറക്കം നോക്കിയിരുന്ന് പഠിക്കും, പിന്നെ പോയി കിടക്കും. ഞാൻ ഏതെങ്കിലും സമയം ഉണരുമെന്ന് പറയും, എന്നിട്ട് ഉറങ്ങാതെ ഉണരും. അപ്പോഴും ഫലത്തിൽ അറ്റ് ദി എൻഡ് അയാൾ ഉറങ്ങുന്നതുമില്ല, പഠിക്കുന്നതുമില്ല. Instead, you divide time. When you want to sleep, you sleep properly. But a steady time, intense side with some target, you prepare. അതിനപ്പുറം ഒരുപാട് 4 മണിക്കൂർ 5.5 മണിക്കൂർ 6 മണിക്കൂർ അങ്ങനെ ഒരു ടൈം വയ്ക്കുന്നത് കൊണ്ട് മാത്രം അത് പ്രയോജനപ്പെടില്ല. Targeted approach will help. Yes, somebody else. Aparna. Okay, sir. Thank you. സർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് തന്നെ ഇപ്പോൾ ഒരു ടോപ്പിക്കിന് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് തന്നെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഒരു മെറ്റീരിയൽ നമ്മൾ എങ്ങനെ സത്യത്തിൽ മനസ്സിലാക്കുക? അതില് ഒരു കാര്യം, ഈ സ്റ്റാൻഡേർഡ് മെറ്റീരിയലുണ്ട് പലതും. യു ക്യാൻ റിലേറ്റ് വിത്ത് ദി ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അത് സംബന്ധിച്ച് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ആഫ്റ്റർ സ്റ്റഡിയിങ് സംതിങ് you refer to the question papers on that subject. Ipo question papers ottiri net like available are. That will help you. And also you can take guidance from people who have been successful or people who have been guiding in those subjects. Ipo adilekka reasonable standards undu oro subjectsilum. അത് you can overcome. I think ഞാനൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വരുന്ന അതിന്റെ ഏത് മെറ്റീരിയൽ ആണ് ഹെൽപ്ഫുൾ അങ്ങനെ കൊറിലേറ്റ് ചെയ്താണ്. ദാറ്റ്സ് ഹൗ ഐ ഓവർകേം ദാറ്റ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ സർ. സർ, പിന്നെ ഈ സ്മാർട്ട് വർക്ക് ചെയ്യാന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്കിനേക്കാൾ ബെറ്റർ സ്മാർട്ട് വർക്ക് ആണെന്ന്. അതെങ്ങനെ നമുക്ക് UPSCയിൽ കൊണ്ടുവരാൻ പറ്റും? എനിക്ക് അതിനെ പറ്റി നമ്മൾ ഈ മോഡേൺ ടൈംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാർഗൻസ് ഉണ്ട്. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ നിങ്ങൾക്ക് 10 മണിക്കൂർ സമയമുണ്ട് ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യാൻ. ഈ 10 മണിക്കൂർ സമയം കൊണ്ട് ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി 50 കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും എസെൻഷ്യൽ എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യുക. ഏറ്റവും ട്രിവിയൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം ഡിവോട്ട് ചെയ്താൽ ആ സമയം വേസ്റ്റായി പോവുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ എന്റെ പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞപ്പോ ഞാനൊരു പോയിന്റ് പറഞ്ഞു. എനിക്ക് ജനറൽ സ്റ്റഡീസ് ഞാൻ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്തില്ല. ഈ സ്മാർട്ട് വർക്ക് എന്നുള്ള ടേം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ജനറൽ സ്റ്റഡീസിന്റെ ടൈം കുറച്ചിട്ട് അതുകൂടി ഞാൻ എന്റെ ഓപ്ഷണലിന് വേണ്ടി ഞാൻ ഡിവോട്ട് ചെയ്തു. ദർ ഈസ് സം സ്മാർട്ട്നെസ് ഇൻ ദാറ്റ്. സി, എത്ര സ്മാർട്ട്നെസ് നമ്മൾ ഊന്നൽ നൽകിയാലും I will again say there is no substitute for hard work. ആ കഠിന അധ്വാനത്തിനിടയിൽ this kind of prioritizing what subject I must devote how much time, there can be some smartness in that. So these two are not mutually exclusive. അടിസ്ഥാനപരമായി you must develop the capacity for hard work. That's essential. വർക്ക് ചെയ്യാനുള്ള ശീലത്തിനുള്ളിൽ, അധ്വാന ശീലത്തിനുള്ളിൽ വാട്ട് ടു പ്രയോറിറ്റീസ്, ഹൗ മച്ച് ടൈം, വാട്ട് ഐ ഷുഡ് സ്റ്റഡി, വിച്ച് മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതും ആൻഡ് മെത്തേഡ് ഓഫ് സ്റ്റഡി, വാട്ട് ഈസ് ദി ഈസി വേ ഓഫ് ഡൂയിങ് ദാറ്റ്, അതിൽ നമുക്ക് സം സ്മാർട്ട്നെസ് ആകാം. അതല്ലാതെ നമ്മളിത് പരസ്പരം എക്സ്ക്ലൂസീവ് ആയിട്ട് കാണേണ്ടതില്ല. ഓക്കെ, ആരതി, somebody has raised. Sir, good evening, sir. Yeah. സർ, ഞാൻ ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. സർ, എൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴാണ് സിവിൽ സർവീസ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത് എന്നാണ്. 3rd ഇയർ കഴിഞ്ഞിട്ടാണോ അതോ PG കഴിഞ്ഞിട്ട് ഒരു ജോബ് സെക്യൂർ ചെയ്തിട്ടാണോ? ഇല്ല, ഡിഗ്രി, യുവർ ക്വാളിഫിക്കേഷൻ ഈസ് ഡിഗ്രി, ബേസിക് ഡിഗ്രി. The final year, I think by August or so, when you write the exam and the results are awaited, you become eligible.
once you complete the degree, no need for post-graduation degree. ആ സ്റ്റേജിൽ മതി. എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞ ടൈം ഒരുപാട് കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം, അല്ലെങ്കിൽ വി ക്യാൻ വൈൻഡ് അപ്പ്. ഡിഗ്രിയാണ്. സർ അങ്ങനെയല്ല സർ ഉദ്ദേശിച്ചത്, ഒരു ജോബിൽ സെക്യൂർ ആയിട്ട് നിന്നിട്ടാണോ നമ്മൾ അതിനെ പരിശ്രമിക്കേണ്ടത് എന്നാണ്. ഇല്ല, അങ്ങനെയല്ല. യു ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ് നൗ. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ അല്ലേ, ദിസ് ഈസ് ദ ടൈം. യു ഷുഡ് സ്റ്റഡി. ഇപ്പൊ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട്, നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി സബ്ജക്ട് ഇതിലുണ്ട്, അത് എടുക്കാനാണെങ്കിൽ അത് ആ ഒരു ഓറിയന്റേഷനിൽ പഠിക്കാം. പിന്നെ യു ക്യാൻ റീഡ് അതർ കണക്റ്റഡ് മെറ്റീരിയൽ വിച്ച് ആർ അവൈലബിൾ. യു ഷുഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ along with your. നമ്മുടെ ഡിഗ്രി കോഴ്സസ് ഒക്കെ വളരെ ലൈറ്റാണ്. ഇറ്റ്സ് നോട്ട്, ഇറ്റ് ഡസന്റ് ഡിമാൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്. Maybe the MBBS and engineering degrees are a little more tough, but other degrees are all very, very easy. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ 3 കൊല്ലം കൊണ്ട് ഒരാൾ ചെയ്യുന്ന സബ്ജക്ട് 3-4 മാസം കൊണ്ട് വേറൊരാൾ പഠിച്ച് സിവിൽ സർവീസിന് എഴുതുന്നത്. യൂസ് യുവർ ടൈം നൗ. യു ക്യാൻ യൂസ് this is the right time. You should devote some time for your civil service also. Okay, anybody else? I think I have exceeded the time allotted to me, and I also have work to do, other work to do. So probably we can wind up. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമുക്ക് അടുത്തൊരു സെഷനും കൂടി ഉണ്ട്. സർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സർ. Okay, last question. Illa, I think nobody is there. സാറ് ഞാൻ ചെയ്തിട്ടെ. എൻ്റെ പേര് ചാന്ദ്ര ഹാക്കോർ. Yeah, Sandra, last question. Okay. പറഞ്ഞോളൂ. കേൾക്കാമല്ലോ പറയുന്നത്? Yeah, I can hear. അതായത് നമുക്ക്